LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും അങ്ങോട്ട് വിചാരിച്ചില്ല. എല്ലാം ശരിയാകുന്ന കൂട്ടത്തിൽ അവർ കോൺഗ്രസിനെ ശരിയാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ദേ കിടക്കുന്ന പാലോട് രവിയുടെ വക ഒരു പുതിയ ഐറ്റം, ഒരു മുഴുക്കിയ റോലയിൽ പൊതിഞ്ഞു കെട്ടി കോൺഗ്രസിനെ ദേണ്ടെ കിടത്തിയിരിക്കുന്നു. 4 വശവും വിളക്കെണ്ണ വെച്ച് തിരിയും കത്തിച്ച് കുറച്ച് ചന്ദനത്തിരിയും കൂടി കത്തിച്ചു വെച്ചാൽ എല്ലാം പൂർത്തിയാകും. കോൺഗ്രസ് ഇനി ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഇന്നത്തെ നിലയിലാണ് പോക്കെങ്കിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തെത്തും. പാലോട് രവിയുടെ നിരീക്ഷണം കൃത്യമാണ്. കോൺഗ്രസ് അതിന്റെ ഏറ്റവും ഗതികെട്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദുർസ്ഥിതി കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയതാണ്. അതെ, കാലാകാലം ചോദിച്ചു വാങ്ങിയതാണ്. കേവലം 9 നിയമസഭാംഗങ്ങളെ കൊണ്ട് മുന്നോട്ടു പോയി ഭരണം പിടിച്ച കരുണാകരനെ വരെ അപമാനിച്ചിറക്കി വിട്ട കോൺഗ്രസ് എവിടെ ഗതി പിടിക്കാനാണ്? ഇന്നത്തെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഒരു കാലത്തെ ലീഡർ കരുണാകരൻ തന്നെയായിരുന്നു. കരുണാകരനിട്ട് ആദ്യത്തെ പാര പണിതത് സാക്ഷാൽ ശ്രീമാൻ AK ആന്റണി ആണ്. തുടക്കം നന്നായാൽ പാതി നന്നായി എന്നാണ് ആപ്തവാക്യം. ആന്റണിയുടെ തുടക്കം പിഴച്ചില്ല. കൈപിടിച്ച് കൂടെ കൊണ്ടു നടന്നിരുന്ന ചെന്നിത്തല വരെ ആ പാവം മനുഷ്യനിട്ട് പണിയോട് പണി കൊടുത്തു. ഒന്നുമില്ലെങ്കിലും കല്യാണിക്കുട്ടിയമ്മ ഉരുട്ടി നൽകിയ ചോറിന്റെ വിലയെങ്കിലും ഇവമാർ അദ്ദേഹത്തിന് നൽകിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കരുണാകരന്റെ ശാപമാണ് ഇന്ന് കോൺഗ്രസിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കരുണാകരനെ ആന്റണി വീഴ്ത്തി. ആന്റണിയെ ഉമ്മൻ ഒരു ചാണ്ടിയിട്ട് പോയ വഴി പുല്ലുപോലും കിളിർത്തിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് ചെന്നിത്തല പണി കൊടുത്തു. ഒടുവിൽ ചെന്നിത്തലയ്ക്ക് പണി കൊടുത്തത് VD സതീശനും ഇരിപ്പുണ്ട്. കരുണാകരന്റെ മാത്രമല്ല, അതിനു മുമ്പ് PT ചാക്കോയുടെയും ഒടുവിൽ KM മാണിയുടെയും വരെ ശാപം കോൺഗ്രസിനെ പിന്തുടരുന്നുണ്ട്. അവനവൻ പാര എന്ന സിദ്ധാന്തമാണ് കോൺഗ്രസുകാർ എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിൽ കാലുകുത്താൻ മേലാത്ത അവസ്ഥയായിട്ടുണ്ട്. പാലോട് രവി വെറുതെ മോങ്ങുന്നതല്ല, സങ്കടം സഹിക്കവയ്യാതെ കരയുന്നതാണ്. എത്ര കയ്യും കാലും ഇട്ട് അടിച്ചാലും കോൺഗ്രസിനെ ഇനി തിരുവനന്തപുരം ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ആ മനുഷ്യന് നന്നായിട്ട് അറിയാം. അടൂർ പ്രകാശ് ജയിച്ചാൽ അയാളുടെ മിടുക്ക് കൊണ്ട് തന്നെയാണ്. ശശി തരൂർ കേവലം 8000 വോട്ടിന്റെ മികവിലാണ് ജയിച്ചിരിക്കുന്നത്. അതായത് എതിർ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 8000 വോട്ട് കൂടി വാങ്ങിയിരുന്നുവെങ്കിൽ തരൂർ ശശി ആയേനെ എന്ന്. EMSന്റെ കളരിയിൽ അഭ്യാസം കഴിഞ്ഞു വന്ന CP ജോൺ എന്ന പരിണിതപ്രജ്ഞനായ CMP നേതാവിന്റെ കഴിവോട് കൂടിക്കൊണ്ടാണ് ശശി തരൂർ ജയിച്ചത് എന്ന് കോൺഗ്രസുകാർ വിസ്മരിക്കരുത്. ഇവിടെയാണ് BJPയുടെ പ്രസക്തി എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പാലോട് രവി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 60 സീറ്റ് അടിച്ചുമാറ്റി BJP 2ാം സ്ഥാനത്തെത്തും. ഭരണം നേടുമെന്ന് പാലോട് രവി തന്നെ പ്രവചിക്കുന്ന LDFന് 71 സീറ്റില്ലാതെ പരിപാടി ഓടുകയുമില്ല. ആ നിലയ്ക്ക് കോൺഗ്രസിന് എന്ത് കിട്ടും? മുസ്ലിം ലീഗ് എന്ത് ചെയ്യും? ലീഗിന് ഏതായാലും ഇപ്പോഴുള്ള സീറ്റ് നിലനിർത്താൻ അറിയാം. അങ്ങനെ പോയാൽ ഒരു തൂക്ക് മന്ത്രിസഭയുടെ മണം ഇപ്പോഴേ അടിച്ചു തുടങ്ങി. അത് പ്രസിഡന്റ് ഭരണത്തിലേക്ക് നീങ്ങിയാൽ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കൂട്ടിയാലും ഗുണിച്ചാലും കുറച്ചാലും ഹരിച്ചാലും കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പോക. പാലോട് രവിയെ പോലെ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവ് ഇത്രയും പറയണമെങ്കിൽ എത്ര വിഷമിച്ചിട്ടായിരിക്കണം? പാലോട് രവിയുടെ പ്രസ്താവനയെ പോലെ അങ്കലാപ്പിലായത് UDFിലെ ഘടക കക്ഷികളാണ്. ആകാശം ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് വല്ല കുണ്ടിലും പോയി ഒളിച്ചു കൊള്ളുക എന്ന സന്ദേശം അവർ പരസ്പരം കൈമാറുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജോസഫും കൂട്ടരും മെത്രാന്മാരെ കൂട്ടുപിടിച്ച് മാണി ഗ്രൂപ്പിൽ ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ജോസും കൂട്ടരുമാണെങ്കിൽ അമ്പനും വില്ലിനും അടുക്കുന്നുമില്ല. നാണം കെട്ട് ജോസ് കെ മാണിയുടെ പിന്നാലെ നടക്കുന്നത് കണ്ടപ്പോഴേ പൊതുജനത്തിന് കാര്യം മനസ്സിലായതാണ്. കോൺഗ്രസിന് ആത്മവിശ്വാസമില്ല എന്ന് ജോസ് തുറന്നടിച്ചത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പാലോട് രവി പറഞ്ഞതുപോലെ 60 സീറ്റൊന്നും BJPക്ക് കിട്ടുവാനുള്ള സാധ്യതയില്ല. എന്നാൽ 40 സീറ്റിൽ കുറയുവാനുള്ള സാധ്യത ഒരു നിലയിലും കാണുന്നുമില്ല. ലീഗിന്റെ 15 സീറ്റ് ഉറച്ചത് തന്നെയാണ്. ഇടത് സീറ്റുകളിലും വലിയ രീതിയിലുള്ള കുറവുണ്ടാകും. ഭരണത്തിന് ആവശ്യമുള്ള 70 സീറ്റ് അവർ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കും എന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ കോൺഗ്രസിനും ലീഗ് ഒഴികെയുള്ള സഖ്യകക്ഷികൾക്കും കൂടി 15 സീറ്റ് കിട്ടിയാൽ ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി. കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, RSP തുടങ്ങിയ ചെറുകിട പാർട്ടികളെല്ലാം ഇത്തവണ പണി അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. വിഷയം ഇവിടെ ഒന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ ഒരു തന്ത്രശാലിയാണ്, സൂത്രക്കാരനാണ്. പ്രവൃത്തികളൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. അദ്ദേഹത്തിന്റെ കോരുവലയിൽ ആരെല്ലാം കുടുങ്ങിയിട്ടുണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേ അറിയുവാൻ സാധിക്കുള്ളൂ.